കെഎസ്ആർടിസി ജീവനക്കാരുടെ അകാല മരണത്തിൽ ഇടപെട്ട് ഗതാഗത വകുപ്പ്. ജീവനക്കാർക്കായി കെഎസ്ആർടിസി ഓൺലൈൻ മെഡിക്കൽ കൺസൾട്ടേഷൻ ഗതാഗത മന്ത്രി നിർവഹിച്ചു. കഴിഞ്ഞ 1.5 മാസത്തിനിടെ 17 കെഎസ്ആർടിസി ജീവനക്കാരാണ് വിവിധ കാരണങ്ങളാൽ മരിച്ചത്. കെഎസ്ആർടിസി ജീവനക്കാരുടെ അകാല മരണം വർദ്ധിക്കുന്നത് മീഡിയ വൺ വാർത്തയാക്കിയിരുന്നു. മീഡിയ വൺ ഇംപാക്ട്. ഒരു പുതിയ ഓൺലൈനിലൂടെ KSRTC ജീവനക്കാർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടറുമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അനേകം KSRTC ജീവനക്കാർ നമ്മൾ എണ്ണം കേട്ടാൽ നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിൽ 60ഓളം ആളുകൾ മരിക്കുന്നുണ്ട്. ഒരു 60-62 പേര് KSRTC ഓൺ ഡ്യൂട്ടിയിൽ മരിക്കുന്നുണ്ട്. ഡ്യൂട്ടി സ്ഥലത്തോ അല്ലെങ്കിൽ പരിസരത്തോ വെച്ച്. അതിൽ കൂടുതലും ഹാർട്ട് അറ്റാക്കാണ്. പിന്നെ മാനസികമായ സമ്മർദ്ദം നേരിടുന്ന ആൾക്കാരുണ്ട്. RB സനൂപ് ചേരുന്നു. സനൂപ്, ജീവനക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യത്തിനാണ് തുടക്കമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി എന്താണ് പറഞ്ഞത്? എങ്ങനെയാണ് ഈ സംവിധാനം? മീഡിയ വൺ തന്നെയാണ് ഈ വാർത്ത ഗതാഗത വകുപ്പിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. കാരണം കഴിഞ്ഞ 1.5 മാസത്തിനിടെ KSRTCയിൽ 17 ജീവനക്കാർക്കാണ് വിവിധ കാരണങ്ങളാൽ ജീവൻ നഷ്ടമായത്. ഇതിൽ കൂടുതൽ പേരും ഈ ഹൃദ്രോഗം വന്നാണ് മരിക്കുന്നത്. ഇതേ തുടർന്നാണ് മീഡിയ വൺ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് ഇപ്പോൾ ഗതാഗത വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തത്. ജീവനക്കാരുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഓൺലൈൻ മെഡിക്കൽ കൺസൾട്ടേഷൻ ആരംഭിച്ചത്. ഇതിന്റെ ഉദ്ഘാടനം മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിക്കുകയും ചെയ്തു. ഈ ഒരു സംവിധാനം വരുന്നത് വഴി ഈ KSRTCയിലെ ജീവനക്കാർക്ക് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഡോക്ടറോട് ഓൺലൈനിലൂടെ കൺസൾട്ട് ചെയ്ത് അതിനുവേണ്ട പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. KSRTCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് ജീവനക്കാർക്ക് ഇതിനുവേണ്ടി സ്ലോട്ട് എടുക്കാൻ കഴിയുന്നത്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അരമണിക്കൂർ ഇടവിട്ടാണ് വ്യക്തിഗതമായിട്ട് ഈ സ്ലോട്ട് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് 2 പദ്ധതികൾ കൂടി ഗതാഗത വകുപ്പിന്റെ ആലോചനയിലുണ്ട്. രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സഹകരിച്ച് കുറഞ്ഞ ചെലവിൽ ജീവനക്കാർക്ക് രക്തപരിശോധന നടത്താൻ വേണ്ട സംവിധാനം ഒരുക്കാൻ വേണ്ടി KSRTC ആലോചിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ KSRTC തന്നെ ഇവരുമായിട്ട് സഹകരിച്ച് ഒരു സ്കാനിംഗ് സെന്റർ തുടങ്ങുന്നതും പരിഗണനയിലാണെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനുവേണ്ടി സ്ഥലം കണ്ടെത്താൻ KSRTC CMD പ്രമോദ് ശങ്കറിനെയും മന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ധന്യ. ശരി സനൂപ്.